67ാമത് ചോദ്യമായിട്ട് വരുന്നത് വിച്ച് അമംഗ് ദ ഫോളോവിങ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഫെഡറലിസം. ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്ന 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഡ്യുവൽ ഗവൺമെന്റൽ പോളിറ്റി, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് ഫെഡറേറ്റിംഗ് യൂണിറ്റ്, ബൈക്യാമറലിസം. ഇതിനകത്ത് 2 തൊട്ട് 4 വരെയുള്ള ഫീച്ചറുകൾ ഇന്ത്യൻ ഫെഡറേഷന്റെ ഫീച്ചറാണെന്ന് നമുക്കറിയാം. ഒന്നാമത്തെ ഫീച്ചർ മാത്രമാണ് ഡൗട്ട് ഉള്ളത്. പക്ഷെ ഡൗട്ടിന്റെ ആവശ്യമൊന്നുമില്ല. ഒന്നാമത്തെ ഫീച്ചറും ഡ്യുവൽ ഗവൺമെന്റ് പോളിറ്റിയും ഡൗട്ടിന്റെ ആവശ്യമൊന്നുമില്ല. അത് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ഫീച്ചറാണ്. അങ്ങനെ വരുമ്പോൾ ഉത്തരം ഡി ആണ്. 4 ഇന്ത്യൻ ദ കമ്മിറ്റി വിച്ച് സ്റ്റഡീഡ് അബൌട്ട് ദ നെക്സസ് ബിറ്റ്വീൻ ക്രിമിനൽസ് ആൻഡ് പൊളിറ്റീഷ്യൻ ഇൻ ഇന്ത്യ. രാഷ്ട്രീയക്കാരും ക്രിമിനൽസും തമ്മിലുള്ള ആവശ്യത ബന്ധത്തെ പറ്റിയുള്ള സ്റ്റഡി നടത്തിയ കമ്മിറ്റിയുടെ പേരാണ്. ഡി ആണ് ഓപ്ഷൻ, വോറ കമ്മിറ്റിയാണ്. 69 ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ റെഫേഴ്സ് ടു ദ ലോ മേക്കിംഗ് പവർ കൺഫേർഡ് ബൈ ദ പാർലമെന്റ് ടു. അതിന്റെ ഉത്തരം വരുന്നത് സി ആണ്, എക്സിക്യൂട്ടീവ് ആണ്. എക്സിക്യൂട്ടീവ്. 70ാമത്തേതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഒബ്സ്ട്രക്റ്റീവ് പ്രാക്ടീസ് ഇൻ ലെജിസ്ലേച്ചർ ത്രൂ ലോങ് സ്പീച്ച് ടു ഡിലേ ഓർ പ്രിവെന്റ് ന്യൂ ലോ ബീയിങ് മെയ്ഡ് ഈസ് കോൾഡ്. അത് അതായത് പുതിയ നിയമനിർമ്മാണം നിയമസഭയിൽ നടക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് തുടർച്ചയായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രവണതയുടെ പേരെന്താണെന്നാണ്. നമുക്കറിയാം, ഗില്ലറ്റ് എന്ന് പറഞ്ഞാൽ ബില്ല് ചർച്ചയോടെ പാസ്സാക്കുന്നതിനെയാണ്. ക്ലോസ്ഡ് മോഷൻ ഒരു പാർലമെന്റ് നടപടിക്രമമാണ്. ഗെറിമാൻഡറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റ് അല്ലെങ്കിൽ നിയമസഭ മണ്ഡല പുനർനിർണയത്തെ പറ്റിയുള്ള ഏതാണെന്ന് തോന്നുന്നു. ഇനി അങ്ങനെ വരുമ്പോൾ 4ാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ, ഫിലിബസ്റ്ററിംഗ്. 71ാമത്തെ ചോദ്യം ദ ഓതർ ഓഫ് ദ എൻഡ് ഓഫ് ഐഡിയോളജി. ഉത്തരം വരുന്നത് സി ആണ്, ഡാനിയൽ ബെല്ല്. 71ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഡാനിയൽ ബെല്ല്. 72 അസേർഷൻ ആൻഡ് റീസൺ ആണ്. 72 അസേർഷൻ റീസൺ ആണ്. ഇന്റർനാഷണൽ ലോ ഈസ് നോട്ട് എ ലോ ഇൻ ദ റിയൽ സെൻസ്. റീസൺ, ഇന്റർനാഷണൽ ലോ ഡസ് നോട്ട് ഹാവ് എനി എഫക്റ്റീവ് ജുഡീഷ്യൽ സിസ്റ്റം ഫോർ ഇറ്റ്സ് ഇംപ്ലിമെന്റേഷൻ. അതിന്റെ ഉത്തരം വരുന്നത് എ ആണ്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. 73 എന്ന് പറയുന്നത് 73 അറബ് സ്പ്രിങ്സ് ടുണീഷ്യ. 74ാമത്തെ ചോദ്യമായിട്ട് വരുന്നത് ഹൂ സഡ് ഗാന്ധി ഡെഡ് ബട്ട് ഗാന്ധിസം വിൽ ലിവ് ടിൽ ദ സ്റ്റാർ ഷൈൻ ആൻഡ് ഓഷ്യൻ റോൾസ്. അതായത് ആകാശത്ത് നക്ഷത്രങ്ങൾ വിരാജിക്കുന്നത് വരെയും സമുദ്രങ്ങൾ ഇളകുന്നത് വരെയും ഗാന്ധി മരിച്ചാലും ഗാന്ധിസം നിലനിൽക്കുമെന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? അത് ഉത്തരം നമുക്ക് വരുന്നത് രാജേന്ദ്ര പ്രസാദാണ് കേട്ടോ. എ രാജേന്ദ്ര പ്രസാദാണ് ഉത്തരം വരുന്നത്. രാജേന്ദ്ര പ്രസാദിനെ മറക്കരുത്. പിന്നെ 75ാമത്തെ ചോദ്യം ഹു ഡിഫൈൻഡ് ഡെവലപ്മെന്റ് ആസ് എ റേഷ്യോ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ടു സോഷ്യൽ മൊബിലിറ്റി. അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് 75ാമത്തിന് ഉത്തരം വരുന്നത് ഹഡിങ്ടൺ ആണ് അത് പറഞ്ഞത് കേട്ടോ. ഹഡിങ്ടൺ ആണ് പറഞ്ഞത്. 76ാമത്തെ ചോദ്യം ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ഈസ് ദ ആർട്ട് ഓഫ് ഇൻഫ്ലുവൻസിങ്, മാനിപ്പുലേറ്റിംഗ് ഓർ കൺട്രോളിംഗ് മേജർ ഗ്രൂപ്പ് സോ as to advance some against the opposition of others. Who said it? ഇത് പറഞ്ഞത് ആരാണെന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് സി ആണ്, ക്വിൻസി റൈറ്റ് ആണ്. ഐഡന്റിഫൈ ഇത് ഇൻകറക്റ്റ് മാച്ച്. 77ാമത്തെ ചോദ്യം ഇൻകറക്റ്റ് മാച്ച്, ഏറ്റവും കറക്റ്റ് അല്ലാത്തത്. ബാക്കിയൊക്കെ ഒന്ന് മാത്രം കറക്റ്റ് അല്ല, ബാക്കിയൊക്കെ കറക്റ്റ് ആണ്. അപ്പോൾ കറക്റ്റ് അല്ലാത്തതിന് ഉത്തരം വരുന്നത് സി ആണ്. അതായത് എലിമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഉറവിക്കിന്റെ അല്ല, അതാണ് ഉത്തരം വരുന്നത്. ബാക്കിയൊക്കെ കറക്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റേറ്റ് വെൽഡോടെയാണ്. ഡെവലപ്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഏഷ്യ ഈഡൻറെയാണ്. ദ ബ്യൂറോക്രാറ്റിക് ഫിനോമിന ഇൻ ഗ്ലാഡന്റെയാണ്. 78ാമത്തെ ചോദ്യം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ കൻ അപ്പോയിന്റ് അഡീഷണൽ ജഡ്ജ് ഇൻ ഹൈക്കോർട്ട് ഫോർ ദ പീരീഡ് ഓഫ്. അതായത് ഹൈക്കോടതിയിലെ അഡീഷണൽ ജഡ്ജിനെ എത്ര നാളത്തേക്ക് നിയമിക്കാം? അഡീഷണൽ ജഡ്ജാണ്, ജഡ്ജല്ല, അഡീഷണൽ ജഡ്ജിയാണ്. അത് പ്രത്യേകം ഓർക്കണം. അഡീഷണൽ ജഡ്ജിനെയാണ് നിയമിക്കുന്ന കാര്യമാണ് പറയുന്നത്. അതിന് ഉത്തരം വരുന്നത് 2 വർഷത്തേക്കാണ് കേട്ടോ. 2 വർഷത്തേക്കാണ് അഡീഷണൽ ജഡ്ജിനെ നിയമിക്കാവുന്നത്. 2 വർഷമാണ്. ജഡ്ജ് ആണെങ്കിൽ 5 വർഷത്തേക്ക്. ജഡ്ജ് ആണെങ്കിൽ 65 വർഷം വരെ, 65 വയസ്സ് 62 വയസ്സ്. ഹൈക്കോടതിയിൽ 62 വയസ്സ്, സുപ്രീം കോടതിയിൽ 65 വയസ്സ് വരെ. 79 അല്ലെങ്കിൽ അതിനകത്ത് ജഡ്ജി ആണെങ്കിൽ ഡെഫിനറ്റ് പീരീഡ് പറയുന്നില്ല. ഡിറ്റർമിൻഡ് പ്രായം ഹൈക്കോടതിയിൽ 62, സുപ്രീം കോടതിയിൽ 65 വയസ്സും. 79ാമത്തെ ചോദ്യം വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എമംഗ് ദ 3 മെയിൻ characteristics of decision making as asserted by Richard
സിനിഡർ. ഉത്തരം വരുന്നത് ലിറ്റിഗേഷൻ ആണ് കേട്ടോ. ലിറ്റിഗേഷൻ ആണ് ഉത്തരം വരുന്നത്. ഇറ്റ്സ് നോട്ട് അമംഗ് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിസിഷൻ മേക്കിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാതെ വരുന്നത് ഏതാണെന്നുള്ളത്. ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് മറ്റതൊക്കെ വരുന്നുണ്ട്. അതായത് സ്ഫിയർ ഓഫ് കോമ്പറ്റീഷൻ, മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ എന്നുള്ളത് വരുന്നുണ്ട്. 80ാമത്തെ ചോദ്യം. ദ ഫോർഫോൾഡ് ഫങ്ഷണൽ അനാലിസിസ് ഓഫ് ദ സോഷ്യൽ സിസ്റ്റം ഈസ് മെയ്ഡ് ബൈ. 4 മടങ്ങ് അല്ലെങ്കിൽ 4 ഘട്ടത്തിലുള്ള ഫങ്ഷണൽ അനാലിസിസ് ഓഫ് സോഷ്യൽ സിസ്റ്റം ആരാണ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. അതിന് ഉത്തരം വരുന്നത് സി ആണ്, ടൽകോട്ട് പാർസൺസ്. 81ാമത്തെ ചോദ്യം. ഹൂ അമംഗ് ദ ഫോളോവിങ് ഡിഫൈൻഡ് സിവിൽ സർവീസ് ആസ് എ പേഴ്സണൽ ബോഡി ഓഫ് ഒഫീഷ്യൽസ്, പെർമനന്റ്, പെയ്ഡ് ആൻഡ് സ്കിൽഡ്. സിവിൽ സർവീസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്താരാണ്? ഉത്തരം വരുന്നത് 81ാമത്തെ ഉത്തരം വരുന്നത് ഫൈനർ എ ആണ്. ഫൈനറാണ് ഇങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. 81. 82ാമത്തെ ചോദ്യം. ദ ഒറിജിനൽ മെമ്പർഷിപ്പ് ഓഫ് ലീഗ് ഓഫ് നേഷൻസ്. നേഷനിലെ ഒറിജിനൽ മെമ്പർഷിപ്പ് എത്ര ഉണ്ടായിരുന്നു? ഉത്തരം വരുന്നത് 42 രാജ്യങ്ങളാണ് ലീഗ് ഓഫ് നേഷൻ്റെ ഒറിജിനൽ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത് കേട്ടോ. 42 രാജ്യങ്ങളാണ്. ഇനി 83ാമത്തെ ചോദ്യം. 83ാമത്തെ ചോദ്യമായിട്ട് വരുന്നത് അസേർഷൻ റീസൺ തന്നെയാണ്. 83ാമത്തെ ചോദ്യമായിട്ട് വരുന്നത് അസേർഷൻ റീസൺ. അസേർഷൻ റീസണിനകത്ത് ഫസ്റ്റ്, സയന്റിഫിക് മാനേജ്മെന്റ് ബിലീവ്സ് ദാറ്റ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് ഓർഗനൈസേഷൻ ഈസ് മോസ്റ്റ് സാറ്റിസ്ഫൈങ് വൺ. അതാണ് ഒന്നാമത്തെ അസേർഷൻ റീസൺ. ഹ്യൂമൻ റിലേഷൻസ് സ്കൂൾ ബിലീവ്ഡ് ദാറ്റ് ദ മോസ്റ്റ് സാറ്റിസ്ഫൈങ് ഓർഗനൈസേഷൻ ഈസ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് ഓർഗനൈസേഷൻ. ഉത്തരം വരുന്നത് എ ആണ്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. സയന്റിഫിക് മാനേജ്മെന്റിന്റെ അതും പിന്നെ എഫിഷ്യൻസി ഓഫ് ഓർഗനൈസേഷന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ടാണ് അത് വരുന്നത്. 84ാമത്തത്. ദ റിപ്പോർട്ട് വിച്ച് പോയിന്റഡ് ഔട്ട് ദാറ്റ് ദർ എക്സിസ്റ്റ് ഇൻ ഇന്ത്യ എ നെക്സസ് ബിറ്റ്വീൻ ദ പൊളിറ്റീഷ്യൻസ് ആൻഡ് ബ്യൂറോക്രാറ്റ്സ് ആൻഡ് ക്രിമിനൽസ്. ഇത് നേരത്തെ കണ്ട അതേ ചോദ്യമായിരുന്നു. നേരത്തെ ഇതേപോലത്തെ ചോദ്യം ചോദിച്ചിരുന്നു 68ാമത്തെ ചോദ്യമായിട്ട്. അതിനകത്ത് 84 വീണ്ടും റിപ്പീറ്റ് ചെയ്യണം, വേറെ രീതിയിൽ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് ക്രിമിനൽസും പൊളിറ്റീഷ്യൻസും ബ്യൂറോക്രാറ്റ്സും തമ്മിലുള്ള ബന്ധം അന്വേഷിച്ച കമ്മീഷൻ ഏതാണെന്നുള്ളതാണ്. ഏത് കമ്മീഷന്റെ റിപ്പോർട്ടാണ് അതിനെപ്പറ്റി പിന്നെ ചൂണ്ടിക്കാണിച്ചതെന്നാണ്. അതിന് ഉത്തരം വരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ വോറ കമ്മീഷൻ റിപ്പോർട്ടാണ്. വോറ കമ്മീഷൻ റിപ്പോർട്ടാണ് അത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. വോറ കമ്മീഷൻ റിപ്പോർട്ട്. ഇനി അടുത്തത് 85ാമത്തെ ചോദ്യം. അരിസ്റ്റോട്ടിൽ അഡ്വക്കേറ്റ് ദ ബെസ്റ്റ് സിസ്റ്റം ഓഫ് ഹോൾഡിംഗ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നതിനെ പറ്റി അരിസ്റ്റോട്ടിലിന്റെ നൽകിയ ബെസ്റ്റ് ഡെഫിനിഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിനകത്ത് ഉത്തരം വരുന്നത്, അതിനകത്ത് 4 ഓപ്ഷൻ ഉണ്ട്. കോമൺ ഓണർഷിപ്പ് ആൻഡ് കോമൺ യൂസ്, ആൻഡ് കോമൺ ഓണർഷിപ്പ് ആൻഡ് പ്രൈവറ്റ് യൂസ്, ഇൻഡിവിജ്വൽ ഓണർഷിപ്പ് ബട്ട് കോമൺ യൂസ്, സ്റ്റേറ്റ് ഓണർഷിപ്പ്. ഇവിടെ ഓണർഷിപ്പ് വരുന്നത് ഇൻഡിവിജ്വൽ ആണ്, ബട്ട് കോമൺ യൂസ്. സി ആണ് ആൻസർ. സി ആണ് അരിസ്റ്റോട്ടിലിന്റെ അഭിപ്രായത്തിൽ ഇത് ബെസ്റ്റ് സിസ്റ്റം ഓഫ് ഹോൾഡിംഗ് പ്രോപ്പർട്ടി. 86ാമത്തത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഐറ്റം കംസ് അണ്ടർ ദ കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ് വരുന്ന ഐറ്റം ഏതാണെന്നുള്ളതാണ്. അതായത് യൂണിയനും സ്റ്റേറ്റിനും ഒരുപോലെ നിയമനിർമ്മാണം നടത്താൻ സാധിക്കുന്ന വകുപ്പുകൾ. നമുക്കതിനകത്ത് കൃത്യമായിട്ട് 3 എണ്ണം കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. കാരണം ഒന്ന്, കോർപ്പറേഷൻ ടാക്സ് യൂണിയൻ്റെ ആണെന്ന് അറിയാം. ക്യാപിറ്റേഷൻ ടാക്സും ടാക്സ് യൂണിയൻ്റെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ടാക്സസ് ഓൺ പ്രൊഫഷൻസ് ആൻഡ് ട്രേഡ്, കാർഡിംഗ്, എംപ്ലോയ്മെന്റ് അത് രണ്ടിലും ഉണ്ടാവും. സ്റ്റേറ്റിന്റെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സി ആണ് ഉത്തരം വരുന്നത്. 86ാമത്തത് സി ആണ് ഉത്തരം വരുന്നത്. അഡൾട്രേഷൻ ആൻഡ് ഫുഡ് സ്റ്റഫ് ആൻഡ് അതർ ഗുഡ്സ്, അതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി 87ാമത്തത്. നിയോ മാർക്സിസം വ്യൂ ദ എക്കണോമിക് ഗ്ലോബലൈസേഷൻ ആസ്. ഗ്ലോബലൈസേഷനെ പറ്റി നിയോ മാർക്സിസത്തിന്റെ വ്യൂ എങ്ങനെയാണ്? അതിന് ഉത്തരം ഹൈറാർക്കിക്കലാണ് നിയോ മാർക്സിസത്തിന്റെ വ്യൂ ഗ്ലോബലൈസേഷനെ പറ്റി പറഞ്ഞു. Which one of the following statement does not agree with Rousseau's description of the state of nature? State of nature എന്ന് പറയുന്ന റൂസോയുടെ കൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ കൺസെപ്റ്റിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ആ സ്റ്റേറ്റ് ഓഫ് നേച്ചറിന്റെ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് യോജിച്ച് പോകാത്തത്? മാൻസ് ലൈഫ് വാസ് ഫുൾ ഓഫ് വറീസ്. മനുഷ്യന്റെ ജീവിതം മൊത്തം ദുഃഖപൂർണ്ണമാണെന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെന്റ്. Man is a state of nature. Man in a state of nature was a noble savage who led life
ഓഫ് പ്രിമിറ്റീവ് സിംപ്ലിസിറ്റി ആൻഡ് ഐഡിയലിക് ഹാപ്പിനെസ്. ഇവിടെ ഹാപ്പിനെസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നോബിൾ സാവേജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും ഉണ്ട്. മാൻ ഈസ് ഇൻഡിപെൻഡന്റ്, കണ്ടന്റഡ്, സെൽഫ് സഫിഷ്യന്റ്, ഹെൽത്തി ആൻഡ് ഫിയർലെസ്. മാൻ ന്യൂ നെയ്തർ റൈറ്റ് നോർ റോങ്, വാസ് അവേ ഫ്രം ഓൾ നോഷൻസ് ഓഫ് വെർച്യു ആൻഡ് വൈസ്. ഇവിടെ നമുക്ക് ഒരു ബുദ്ധി പ്രയോഗിച്ചാൽ കിട്ടുന്നതാണ് ഉത്തരം. കാരണം 3 സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവും 1 നെഗറ്റീവാണ്. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എ ആണ്. മാൻസ് ലൈഫ് വാസ് ഫുൾ ഓഫ് സോറോസ്, ഫുൾ ഓഫ് വറീസ്. അതാണ് ആൻസർ വരുന്നത്. 88ാമത്തെ. 89ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ദ ഡീമെറിറ്റ് ഓഫ് പാർട്ടി സിസ്റ്റം. പാർട്ടി സിസ്റ്റത്തിന്റെ നോട്ട് എ ഡീമെറിറ്റ്, അതായത് ഡീമെറിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ പോരായ്മ അല്ലാത്തത് ഒന്ന് മാത്രമാണ് പോരായ്മയല്ല, ബാക്കിയൊക്കെ പോരായ്മകളാണ് എന്നാണ് അർത്ഥം. അപ്പൊ എ, പൊളിറ്റിക്കൽ പാർട്ടീസ് സ്പ്രെഡ് കറപ്ഷൻ ഇൻ ദ പബ്ലിക് ലൈഫ്, പോരായ്മയാണ്. ബി, പൊളിറ്റിക്കൽ പാർട്ടീസ് ചെക്ക് ദ എമർജൻസ് ഓഫ് ഡിക്റ്റേറ്റർഷിപ്പ് ഇൻ ദ കൺട്രി, ഇത് പോരായ്മയല്ല. അപ്പൊ ഉത്തരം ബി തന്നെ ആവാനാണ് സാധ്യത. ബാക്കി രണ്ടും പോരായ്മ തന്നെയാവും. പാർട്ടി സിസ്റ്റം എൻകറേജ് ഹീറോ വർഷിപ്പ് എമംഗ് പീപ്പിൾ, പോരായ്മയാണ്. പാർട്ടി സിസ്റ്റം ഹെൽപ്സ് എസ്റ്റാബ്ലിഷ്മെന്റ് ടൈറണി ഇൻ ദ മജോറിറ്റി ഓഫ് ദ പാർട്ടി, അതെ മജോറിറ്റി പാർട്ടിയുടെ ടൈറണി. അപ്പോൾ ബി ആണ് ആൻസർ. 89 ബി ആണ് ആൻസർ. 89 ബി ആണ് ആൻസർ. 90 വീണ്ടും ഇതാ അസേർഷൻ ആൻഡ് റീസണിലേക്ക് വീണ്ടും പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അസേർഷൻ ആൻഡ് റീസൺ വളരെ പ്രധാനപ്പെട്ടാണ്. ഒന്നും തെറ്റാനും സാധ്യത കൂടുതലുള്ള ഒരു സാധനമാണ്. ഇതും നോക്കൂ, ഡിസിഷൻ മേക്കിംഗ് തിയറി ഡയറക്ട്സ് അറ്റൻഷൻ നോട്ട് ടു സ്റ്റേറ്റ് ആസ് എ മെറ്റാഫിസിക്കൽ അബ്സ്ട്രാക്ഷൻസ് ബട്ട് ഇൻസ്റ്റഡ് സീക്സ് ടു ഹൈലൈറ്റ് ദ ബിഹേവിയർ ഓഫ് ഡിസിഷൻ മേക്കേഴ്സ്. ഓഹ്, വാട്ട് എ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ്, വാട്ട് എ സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഈസ്. ഇതൊക്കെ എന്തോ ചോദ്യങ്ങളാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റാത്തത്. റീസൺ ആയിട്ട് പറയുന്നത്, ഡിസിഷൻ മേക്കിംഗ് തിയറി identifies large number of relevant variables and suggests possible interrelationship among them. ഉത്തരം വരുന്നത് എ ആണ്. രണ്ടും ട്രൂ ആണ്. കറക്റ്റ് എക്സ്പ്ലനേഷനും ആണ് അസർഷന്റെ. അപ്പൊ അത് നോക്കി എത്ര എഴുതുക. പിന്നെ 91ാമത്തെ ചോദ്യം, ഹൂ ഡിസ്ക്രൈബ്ഡ് റെവല്യൂഷൻ ആസ് എ സബ്വേർഷൻ ഓഫ് സ്റ്റാറ്റസ് കോ ആൻഡ് റീഓർഗനൈസേഷൻ ഓഫ് സൊസൈറ്റി ഇൻ ദ ബേസിസ് ഓഫ് ഫ്രീഡം ആൻഡ് ഇക്വാലിറ്റി. ഇത് റെവല്യൂഷനെ പറ്റിയുള്ള ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ, ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തതാണ്. അത് ഇങ്ങനെ കൊടുത്തത് ആരാണ്? റെവല്യൂഷൻ സ്വാഭാവികമായിട്ട് എം എൻ റോയി ആയിരിക്കുമല്ലോ. അത് എം എൻ റോയി ആണ് ഇത്ര മനോഹരമായൊരു റെവല്യൂഷനെ പറ്റിയൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്. പോസിറ്റീവായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് എം എൻ റോയി ആണ് കൊടുത്തത്. 92ാമത്തെ ചോദ്യം, ദാറ്റ് ബുക്ക് ഓതേർഡ് ബൈ പോളാൻഡ്സ്. ഏത് ബുക്ക് പോളൻസ് ഏത് ബുക്കാണ്? നേരിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. 92ാമത്തത് ബി ആണ്. സ്റ്റേറ്റ് പവർ സോഷ്യലിസം. 93ാമത്തെ ചോദ്യം, ഐഡന്റിഫൈ റോങ്ലി മാച്ച് പെയർ. റോങ്ലി മാച്ച് ആണ്, ഏതോ ഒന്ന് റോങ് ആയിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡേഴ്സൺ, ഇമാജിൻ കമ്മ്യൂണിറ്റീസ്. ഹോൾസ്റ്റി കെ ജെ, വാർ ദ സ്റ്റേറ്റ് ആൻഡ് സ്റ്റേറ്റ് ഓഫ് വാർ. ഫ്രാങ്ക് എ ജി, ദ വേൾഡ് സിസ്റ്റം. റോബർട്ട്സൺ, ഗ്ലോബലൈസേഷൻ ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ്. ഇത് റോങ്ലി മാച്ച് ആയിട്ട് വന്നിരിക്കുന്നത് ഡി ആണ്. ഗ്ലോബലൈസേഷൻ ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ് എഴുതിയിരിക്കുന്ന റോബർട്ട്സൺ അല്ല. ബാക്കി എല്ലാവരുടെയും കറക്റ്റ് ആണ്. 94, സ്റ്റിഗ്ലിസ് കമ്മീഷൻ വാസ് അപ്പോയിന്റഡ് ബൈ യുഎൻഒ. യുഎൻഒ ആണ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്ത് ടു എൻക്വയർ. എന്തിനെ അന്വേഷിക്കാനാണ്? 4 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, വർക്കിംഗ് ഓഫ് ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റം, ദ ത്രെഡ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്, ദ റെഫ്യൂജി പ്രോബ്ലം ഇൻ സോമാലിയ, ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ഇൻ മ്യാൻമർ. ഉത്തരം വരുന്നത് 94 ഉത്തരം വരുന്നത് 1 എ ആണ്, വർക്കിംഗ് ഓഫ് ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റം. സ്റ്റിഗ്ലിസ് ഒരു എക്കണോമിക്സ്റ്റ് ആണ് തോന്നുന്നു. റിംലാൻഡ് തിയറി ഇൻ ജിയോ പൊളിറ്റിക്സ് വാസ് ഫൗണ്ടഡ് ബൈ. റിംലാൻഡ് തിയറി എന്ന് പറയുന്നത് ജിയോ പൊളിറ്റിക്സിലെ ഒരു തിയറിയാണ്. അത് ഫൗണ്ട് ചെയ്തവരാണ്? ഉത്തരം നേരിട്ട് പോകാം. 95ാമത്തിന് ഉത്തരം സ്പൈക്മാൻ ആണ്. സി ആണ്, സ്പൈക്മാൻ ആണ്. 96, the minimum strength of state legislative council is fixed. അതിവിടെ തെറ്റാൻ സാധ്യതയുള്ളത് 1/3 ഓഫ് സ്റ്റേറ്റ് അസംബ്ലി എന്ന് പറഞ്ഞ് തെറ്റാൻ സാധ്യതയുണ്ട്. തെറ്റാണത്. കാരണം അത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അത് കൗൺസിൽ അറിയാലോ. ചില സംസ്ഥാനങ്ങളിൽ കൗൺസിലും ഉണ്ടാവും, ഇലക്ടഡ് മെമ്പേഴ്സ് ഉണ്ടാവും, ലെജിസ്ലേറ്റീവ് മെമ്പേഴ്സ് ഉണ്ടാവും, കൗൺസിലേഴ്സ് ഉണ്ടാവും, MLA-മാരുണ്ട്. MLA-മാരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 1/3 അസംബ്ലിയിൽ മന്ത്രിമാരെയൊക്കെ ഇടാം. പക്ഷെ ഇതിനകത്ത് ഉത്തരം വരുന്നത് മിനിമം നമ്പർ വരുന്നത് 40 ആണ് കേട്ടോ. എ ആണ്. 96 40 ആണ്. 97ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 97ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്,
അസേഷൻ റീസണിലേക്ക് വീണ്ടും എത്തുകയാണ്. ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ സിഗ്നിഫൈസ് ദ ആക്ഷൻസ് ആൻഡ് ടാർഗറ്റ് ഓറിയന്റഡ് പ്രോഗ്രാം സ്യൂട്ടബിൾ ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ്. റീസൺ വരുന്നത് ദ സക്സസ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് പ്ലാൻസ് ആക്ട് ആസ് എ സ്ട്രോങ് ഇംപെറ്റസ് ഫോർ ഇമിറ്റേറ്റിംഗ് അതർ ഡെവലപ്മെന്റൽ പ്ലാൻ. 97-ാമത്തിന് ഉത്തരം വരുന്നത് ബി ആണ് ഉത്തരം വരുന്നത് കേട്ടോ. Both A and are true. രണ്ടും ട്രൂ ആണ്. പക്ഷെ R is not the correct explanation of A. അസേഷന്റെ എക്സ്പ്ലനേഷൻ അല്ല, കറക്റ്റ്. ടു റിമാർക്സ് 98. ടു റിമാർക്സ്. പൊളിറ്റിക്കൽ സയൻസ് ഇസ് എ സയൻസ് ഓഫ് സ്റ്റേറ്റ്. ഒന്നാമത്തെ റിമാർക്ക്. രണ്ടാമത്തെ റിമാർക്ക്, ദ പൊളിറ്റിക്കൽ സയൻസ് ബിഗിൻസ് ആൻഡ് എൻഡ്സ് വിത്ത് ദ സ്റ്റേറ്റ് ഹവ് റെസ്പെക്റ്റീവ്ലി ബീൻ മെയ്ഡ് ബൈ. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ഈ യഥാക്രമം ആരൊക്കെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഉത്തരം നേരിട്ട് നമുക്ക് പോവാം. ഉത്തരം നേരിട്ട് 98-ാമത്തെ ഉത്തരം വരുന്നത് ഡി ആണ്, ഗെറ്റൽ ആൻഡ് ഗാർണർ. ഗെറ്റലിന്റെ ആണ് പൊളിറ്റിക്കൽ സയൻസ് ഇസ് എ സയൻസ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ഗെറ്റലിന്റെ ആണ്. പക്ഷെ ഗാർണർ ആണ് പൊളിറ്റിക്കൽ സയൻസ് ഈസ് ബിഗിൻസ് ആൻഡ് എൻഡ് വിത്ത് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ഗാർണർ. 99. A study team on community development and national extension service was appointed to review the working of the community development program. It was headed by Community Development and National Extension Service head ചെയ്തതാണ്. ഉത്തരം വരുന്നത് 99 ഉത്തരം വരുന്നത് ബൽവന്തറായ് മേത്തയാണ്. സി ആണ് ഉത്തരം വരുന്നത്. 100. Who defined democracy as a aristocracy of black guards? ആരാണ് ഇങ്ങനെ ഡെമോക്രസിയെ പറ്റി പറഞ്ഞിരിക്കുന്നത്? അരിസ്റ്റോക്രസി ഓഫ് ബ്ലാക്ക് ഗാർഡ്സ് എന്നാണ്. 100-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് സി ആണ്, ടെലറാൻഡ് ആണ്. 101. The second civil disobedience movement was started by Gandhi with his famous ദണ്ഡി മാർച്ച് ആണ്. 101 ദണ്ഡി മാർച്ച് ആണ്. 102. In the Weber's view, which one of the following further stimulated the growth of bureaucratization? ബ്യൂറോക്രറ്റൈസേഷന് വേണ്ടിയിട്ട് വെബേഴ്സ് വ്യൂ ആരാണ് ഇത്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫർദർ സ്റ്റിമുലേറ്റ് ബ്യൂറോക്രറ്റൈസേഷന് ഗ്രോത്ത് ചെയ്യാൻ കാരണം എന്നാണ്? റൈറ്റ് ഓഫ് ഓതറൈസേഷൻ ആണോ, ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യലിസം ആണോ, എവിഡൻസ് ഓഫ് വെൽഫെയർ സ്റ്റേറ്റ് ആണോ, പ്രഷർ ഓഫ് ഡെമോക്രൈസേഷൻ ആണോ? ഉത്തരം വരുന്നത് 102-ാമത്തെ ഉത്തരം വരുന്നത് ഡി ആണ്, റൈസ് ഓഫ് ഓതറൈസേഷൻ. അതോറിറ്റേറിയനിസം കേട്ടോ, അതോറിറ്റേറിയനിസം എന്ന് പറയുന്ന പുതിയ ഒരു ചിന്താഗതി വന്നതിന് ശേഷമാണ് ബ്യൂറോക്രറ്റൈസേഷൻ ഡെമോക്രസിയിൽ വന്നത് എന്നുള്ളതാണ്. 103-ാമത്തെ ചോദ്യം, ഹൂ ഡാഷ് capability indicate less between inputs and outputs democratic political system? 103-ന്റെ ഉത്തരം വരുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് ആണ് കേട്ടോ, ഡിസ്ട്രിബ്യൂട്ടീവ് ആണ് ഉത്തരം വരുന്നത്. ഇനി അടുത്ത 104-ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. 104-ാമത്തെ ചോദ്യം ദ ഗ്യാങ് പ്ലാങ്ക് ഐഡിയ ഈസ് ഫൗണ്ട് ഇൻ ദ വർക്ക്സ് ഓഫ്. ഗ്യാങ് പ്ലാങ്ക് ഐഡിയ ഇതിന്റെ ആരുടെ വർക്കിലാണ് പ്രധാനമായിട്ടും കാണുന്നതെന്നാണ് ചോദ്യം വരുന്നത്. ഗ്യാങ് പ്ലാങ്ക് ഐഡിയ ആരുടെ വർക്കിലാണ് വരുന്നത് നോക്കാം. അത് 104-ാമത്തിന് ഉത്തരം വരുന്നത് ഹെൻറി ഫയോളിന്റെ ഐഡിയ ആണ്. മാനേജ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് അത് കേട്ടോ. ഹെൻറി ഫയോളിന്റെ ഇതിനകത്താണ് വരുന്നത്. 105-ാമത്തെ ABCD കോൺഫറൻസ് മെത്തേഡ് ഈസ് റിലേറ്റഡ് ടു. അത് റിക്രൂട്ട്മെന്റ്, പണിഷ്മെന്റ്, റിമൂവൽ, ട്രെയിനിങ്. ഉത്തരം വരുന്നത് ട്രെയിനിങ് ആണ് കേട്ടോ. ട്രെയിനിങ് ആണ് ABCD കോൺഫറൻസ് മെത്തേഡ് വരുന്നത്. ഐഡന്റിഫൈ ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ. കറക്റ്റ് ആയിട്ട് ഒന്നേ ഉള്ളൂ, അതേതാണ് കണ്ടെത്തുന്നത്. ലൂസിയൻ ബേയുടെ പൊളിറ്റിക്കൽ കൾച്ചർ ആൻഡ് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്, SP ഹണ്ടിങ്ടൺ പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ, പൊളിറ്റിക്കൽ കൾച്ചർ ഇൻ ജപ്പാൻ, റോബർട്ട് ടി വാർഡിന്റെ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് പൊളിറ്റിക്കൽ ഡിക്കേ, ഡേവിഡ് ഇ അപ്റ്റന്റെ മോഡേണൈസേഷൻ ആൻഡ് ഡൈനാമിക് ഓഫ് ഗ്രോത്ത്. ഇത് കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് ഒന്നേ ഉള്ളൂ. അത് 106-ാമത്തിന് ഉത്തരം വരുന്നത് 1A ആണ്. ലൂസിയൻ ബേയുടെ പൊളിറ്റിക്കൽ കൾച്ചർ ആൻഡ് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്. പൊളിറ്റിക്കൽ കൾച്ചർ ആൻഡ് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് മാത്രമാണ് കറക്റ്റ്ലി മാച്ച് ആയിട്ടുള്ളത്, ബാക്കിയൊക്കെ തെറ്റാണ്. ദ ക്ലെക്സ് ഇൻ പ്രിസ്മാറ്റിക് സൊസൈറ്റി ഓഫ് റിക്സ. വാട്ട് എ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ്. 107
അതിൻ്റെ ഉത്തരം വരുന്നത് എലൈറ്റ് ഡി ആണ്. ദി എലൈറ്റ് ഗ്രൂപ്പ് ഹൂ ആർ ട്രഡീഷണൽ ക്ലൗഡ്സ് ടു വിൻ എലക്ഷൻസ്. അതാണ് അതിൻ്റെ ഉത്തരം. ദ ക്ലക്സ് ഇൻ പ്രിസ്മാറ്റിക് സൊസൈറ്റി ഓഫ് റിക്സ് ആർ എലൈറ്റ് ഗ്രൂപ്പ്സ്. ഒരു എലൈറ്റ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ എലൈറ്റ് ഗ്രൂപ്പിനെയാണ് ക്ലക്സ് എന്ന് പറയുന്നത്. ഇലക്ഷൻ സ്ഥിരമായി വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. 108. The model of international politics which does not give importance to the role of state as an actor. മോഡൽ ഓഫ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ പൊളിറ്റിക്സിനകത്ത് സ്റ്റേറ്റിനെ ആക്ടറായിട്ട് അംഗീകരിക്കാത്ത, ഇമ്പോർട്ടൻസ് ആ ഒരു റോൾ അംഗീകരിക്കാത്ത സിസ്റ്റം ഏതാണെന്നുള്ളതാണ്. ആ സിസ്റ്റം 108ാമത്തെ സിസ്റ്റം വരുന്നത് ഡിപ്പെൻഡൻസി മോഡൽ. ഈ ഡിപ്പെൻഡൻസി മോഡലിനകത്തായിരിക്കും മിക്കവാറും ഇങ്ങനത്തെയൊക്കെ ഒരു സാധനങ്ങൾ. ഡിപ്പെൻഡൻസി മോഡൽ തന്നെ സ്റ്റേറ്റിനെ അതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് ആക്ടറായിട്ട് റോളായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. 109ാമത്തെ ചോദ്യം. ഹൂ അമംഗ് ദ ഫോളോവിങ് കൺസിഡേർഡ് ആസ് എ ഫാദർ ഓഫ് പൊളിറ്റിക്സ് അഡ്മിനിസ്ട്രേഷൻ ഡൈക്കോട്ടമി. ഉത്തരം വരുന്നത് 109ന്റെ ഉത്തരം വരുന്നത് ഫ്രാങ്ക് ഗുഡ്നാവ്. സി ആണ്. ഫ്രാങ്ക് ഗുഡ്നാവ് ആണ് ആൻസർ വരുന്നത്. ദി ഓഥർ ഓഫ് സോൾഡ് ഇൻ ടു പോർഷേഴ്സ് 110. ആ ഒരു സോൾഡ്സ് ഇൻ ടു പോർഷെയർ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കിന്റെ എഴുത്തുകാരൻ ആരാണ്? 110ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് ഇനിസൽ ക്ലൗഡ് ആണ്. ബി. 111. വിച്ച് ഓഫ് ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് കപ്ലാൻ ഈസ് ഡീംഡ് ആസ് കോൾഡ് വാർ മോഡൽ. കപ്ലാന്റെ കോൾഡ് വാർ മോഡൽ ഏതാണെന്നുള്ളതാണ്. ഉത്തരം വരുന്നത് ലൂസ് ബൈപോളാർ സിസ്റ്റമാണ് കപ്ലാന്റെ കോൾഡ് വാർ മോഡൽ. ബൈപോളാർ സിസ്റ്റം. അതിന്റെ ഫൈനൽ പാർട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഫൈനൽ പാർട്ടിലേക്ക് നമ്മൾ എത്തുമ്പോൾ അതിനകത്ത് കാണാൻ സാധിക്കുന്നു 112ാമത്തെ ചോദ്യമാണ്. 112ാമത്തെ ചോദ്യം ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ടൈപ്പ് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ ഈസ് മാർക്ക്ഡ് ബൈ ദ ആബ്സെൻസ് ഓഫ് സെൻസ് ഓഫ് സിറ്റിസൺഷിപ്പ്. ഇങ്ങനെയുള്ളൊരു രാഷ്ട്രീയ സംസ്കാരമാണ്. അതായത് സിറ്റിസൺഷിപ്പ് ഇല്ല എന്നുള്ള അങ്ങനെയൊരു കൺസെപ്റ്റ് ഏത് തരത്തിലുള്ള പൊളിറ്റിക്കൽ സംസ്കാരത്തിൽ വരുന്നതാണെന്നുള്ളതാണ്. 112ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത് ബി ആണ്. പരോഷ്യൽ പൊളിറ്റിക്കൽ കൾച്ചർ. പരോഷ്യൽ പൊളിറ്റിക്കൽ കൾച്ചറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന സെൻസ് ഓഫ് സിറ്റിസൺഷിപ്പിന്റെ അഭാവം, അത് നമ്മൾ പരോഷ്യലിന്റെ ഒരു പ്രത്യേകതയാണ്. ആ ഒരു പൊളിറ്റിക്കൽ കൾച്ചറിന്റെ പ്രത്യേകതയാണ്. 113. ഹു അമംഗ് ദ ഫോളോവിങ് മെൻഷൻ ദ 3 സ്റ്റേജസ് ഇൻവോൾവ്ഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, ദാറ്റ് ഈസ് ഇന്റലിജൻസ്, ഡിസൈൻ ആൻഡ് ചോയ്സ്. ഡിസിഷൻ മേക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ്, ഡിസിഷൻ ആൻഡ് ചോയ്സ് എന്ന് പറയുന്നത് ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ്. 113ാമത്തെ ചോദ്യം. ഹെർബർട്ട് സൈമൺ ആണ് ഇതിന്റെ. 114. ദ UN സെക്രട്ടറി ജനറൽ ഹു വാസ് എക്സ്പോണന്റ് ഓഫ് പ്രിവെന്റീവ് ഡിപ്ലോമസിയുടെ ഒരു സെക്രട്ടറി ജനറൽ ഉണ്ടായിരുന്നു യുനിൽ. ആരാണത്? ട്രിഗ്വേലി, ബിട്രോസ് ഗാലി, കോഫി അനൻ, ഡാക് ഹാമർ കോൾഡ്. ഇതിനകത്ത് ഉത്തരം വരുന്നത് 114 സി ആണ്. ഡാക് ഹാമർ കോൾഡ് ആണ് ഉത്തരം വരുന്നത്. അദ്ദേഹമാണ് പ്രിവെന്റീവ് ഡിപ്ലോമസിയുടെ ആൾ. 115. ഹു ഡബ്ഡ് ഇന്ത്യ ആസ് എ ഡ്രണ്ണിങ് ഡോഗ് ഓഫ് ബ്രിട്ടീഷ് ഇമ്പീരിയലിസം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ പിറകെ ഓടുന്ന നായ എന്ന് ഇന്ത്യനെ വിശേഷിപ്പിച്ച നേതാവ് ആരാണ്? ലോക നേതാവ്. മാവോ സുതുക്, സ്റ്റാലിൻ, നാസർ, ബറൂഫ്. ഉത്തരം വരുന്നത് മറ്റാരുമല്ല, ജോസഫ് സ്റ്റാലിൻ. റഷ്യയുടെ പരമോന്നത നേതാവായിരുന്ന പണ്ടത്തെ അദ്ദേഹമാണ് ബ്രിട്ടീഷുകാരുടെ പിന്നാലെ ഓടുന്ന ലോകം ഇന്ത്യ വിശേഷം. 116ാമത്തെ ചോദ്യം. ഹൂ ഹാവ് ഗിവൺ സ്ലീപ്പിംഗ് ഡോഗ്സ് തിയറി ഓഫ് ഡെമോക്രാറ്റിക് കൾച്ചർ. ആരാണ് അങ്ങനെ ഒരു തിയറി കൊണ്ടുവന്നത്? സ്ലീപ്പിംഗ് ഡോഗ് തിയറി. 116ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് ആൽമോണ്ട് ആൻഡ് വെർബ. എ ആണ് ആൻസർ. ആൽമോണ്ട് ആൻഡ് വെർബ. 117. The term മാർബിൾ കേക്ക് ഫെഡറലിസം ഡിനോട്ട്സ്. മാർബിൾ കേക്ക് ഫെഡറലിസം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കോൺഫെഡറേഷൻ, കോമ്പറ്റേറ്റീവ് ഫെഡറലിസം, ക്ലാസിക്കൽ ഫെഡറലിസം, കോപ്പറേറ്റീവ് ഫെഡറലിസം. ഈ മാർബിൾ കേക്ക് ഫെഡറലിസം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, കോപ്പറേറ്റീവ് ഫെഡറലിസമാണ്. 118. ഐഡന്റിഫൈ റോങ്ലി മാച്ച്ഡ് പെയർ. 4 ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അതിലേറ്റവും മാച്ച് അല്ലാത്ത ഒന്നുണ്ട്, അതേതാണ് കണ്ടെത്തണം. 243 ജെ ഓഡിറ്റ് അക്കൗണ്ട് ഓഫ് പഞ്ചായത്ത്
മാച്ചാണ്. ആർട്ടിക്കിൾ 243 ZD കമ്മിറ്റി ഓഫ് മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് മാച്ചാണ്. ആർട്ടിക്കിൾ 243K ഡ്യൂറേഷൻ ഓഫ് പഞ്ചായത്ത് അതല്ല, ഡ്യൂറേഷൻ ഓഫ് പഞ്ചായത്ത് അല്ല. ആർട്ടിക്കിൾ 243R കോമ്പോസിഷൻ ഓഫ് മുനിസിപ്പാലിറ്റി അത് ശരിയാണ്. അപ്പോൾ ഉത്തരം വരുന്നത് 118C ആണ്. 118C ആണ്. 119 ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ലേസ് എംഫസിസ് ഓൺ. അത് ഒരു വാക്കെങ്ങാണ്ടാണ് അധികം വരുന്നത്, അത് മാത്രം ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എംഫസിസ് ഓൺ. 119 ഉത്തരം റെലവൻസ്, വാല്യൂ, ഇക്വിറ്റി ആൻഡ് ചേഞ്ച്. ഇതിനകത്ത് എ ആണ് ആൻസർ. റെലവൻസ് എന്നൊരു വാക്കാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. റെലവൻസ്, വാല്യൂ, ഇക്വിറ്റി ആൻഡ് ചേഞ്ച്, അതാണ് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എംഫസിസ്. 120ാമത്തെ ചോദ്യം ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ഈ 2024 ജൂലൈയിൽ നടന്ന സെറ്റിന്റെ പൊളിറ്റിക്കൽ സയൻസ് പരീക്ഷയുടെ 120 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 120ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നത്. 67 തൊട്ടിട്ടാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലുള്ളതെങ്കിലും അതിന് ചുറ്റുമുമ്പുള്ള ഷോർട്സ് ആയിട്ടും വീഡിയോസ് ആയിട്ടും നമ്മൾ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 120ാമത്തെ ചോദ്യം, ദ ഫ്രേസ് ഡെവലപ്മെന്റൽ ബ്യൂറോക്രസി വാസ് കോയിൻഡ് ബൈ. ഡെവലപ്മെന്റ് ബ്യൂറോക്രസി എന്ന് പറയുന്ന ഫ്രേസ് കോയിൻ ചെയ്ത ആരാണ്? വാട്ട് എ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ്. ഇത് ചിലപ്പോൾ ഒരു വളരെ ഡീപ്പ് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഇതൊക്കെ. 120ാമത്തെ ഉത്തരം ആൽഫ്രഡ് ഡയമണ്ട് ആണ്. ഉത്തരം. അങ്ങനെ നമ്മൾ പൂർണ്ണമായിട്ടും 18 പേജുള്ള ഈ ക്വസ്റ്റ്യൻ പേപ്പർ, പൊളിറ്റിക്കൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ 2024 ജൂലൈയിലെ ലാസ്റ്റ് വരുന്ന എക്സാമിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നല്ല ടഫായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അത് ചില ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഡീപ്പ് നോളജും വായനയുള്ളവർക്കും ഇതൊക്കെ എളുപ്പമായിരിക്കാം. അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എല്ലാ പാർട്ടും ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക. നന്ദി.